ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസത്തെ കൊച്ചു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി ഈ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. സ്നേഹം തന്നെയായ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൂദാശകളായ അനുരഞ്ജന കൂദാശയെക്കുറിച്ചും രോഗീലേപനത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നത് കൂദാശകളിലൂടെയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ കൂദാശകളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി കൂടുതൽ കൃപയോടെ ഈ കൂദാശകളിലൂടെ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ക്ലാസ്സിൻ്റെ സമയമൊക്കെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മ ജ്ഞാനം ഞങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഉണർവോടെ ഓരോ ദിവസത്തെയും ഈ മതബോധന ക്ലാസ്സുകളിൽ പങ്കുചേരുകയും വേണം. നമ്മൾ ഈ ദിവസം പഠിക്കുവാൻ പോകുന്നത് സൗഖ്യദായക കൂദാശകൾ എന്താണ്, ഇതെങ്ങനെയാണ് സൗഖ്യദായകമായി തീരുന്നത് എന്നാണ്. നമുക്ക് ഒരു കൊച്ചു വീഡിയോ ആദ്യമേ ഒന്ന് കാണാം. നിങ്ങളെല്ലാവരും ഈ മനോഹരമായ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. But I say unto you that ye resist not evil. Son, thy sins be forgiven thee. Why does this man thus speak blasphemies? Who can forgive sins but God only? Why reason ye these things in your hearts? Whether is it easier to say to the sick of the palsy, thy sins be forgiven thee, or to say, arise, and take up thy bed and walk? But that ye may know that the Son of Man hath power on earth to forgive sins, I say unto thee, arise, and take up thy bed, and go thy way into thine house. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഏറെ സ്പർശിച്ചിരിക്കുന്ന, നമ്മൾ കുഞ്ഞുനാളിലും എക്കാലവും ഏറ്റവും അത്ഭുതത്തോടെ കണ്ടിരിക്കുന്ന ഈശോ പ്രവർത്തിച്ച ഒരു രോഗശാന്തിയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. കുറച്ചു പേര് ഒരു രോഗിയെ എടുത്തുകൊണ്ട് കട്ടിലെടുത്തുകൊണ്ട് വരുന്നു. ജനക്കൂട്ട നിമിത്തം ഈശോയുടെ അടുത്തേക്ക് എത്താൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ പുരമുകൾ പൊളിച്ച് അവർ രോഗിയെ താഴേക്ക് ഇറക്കുന്നു. ഇതാണ് നമ്മൾ ഈ കണ്ട വീഡിയോയുടെ സാരാംശം. ഇനി എന്തിനു വേണ്ടിയാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് സൗഖ്യദായക കൂദാശകളെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
എന്താണ് സൗഖ്യദായക കൂദാശ? എന്തുകൊണ്ടാണ് കൂദാശകളെ സൗഖ്യദായക കൂദാശകൾ എന്ന് വിളിക്കുന്നത്? നമ്മൾ 2 കൂദാശകളാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ സമയത്ത് മനസ്സിലാക്കുന്നത് എന്താണ് അനുരഞ്ജന കൂദാശ. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അനുരഞ്ജന കൂദാശയെയും രോഗീ ലേപനത്തെയും സൗഖ്യദായക കൂദാശകൾ എന്ന് വിളിക്കുന്നത്? ആർക്ക് പറയാം? മിടുക്കര് കുട്ടികൾ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുന്ന കൂദാശകളായതുകൊണ്ടാണ് ഇതിനെ സൗഖ്യദായക കൂദാശകൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, ഈശോ രോഗശാന്തി നൽകുന്നുണ്ട്. ഈശോയുടെ ജീവിതകാലം അത്രയും നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു വലിയ അത്ഭുത പ്രവർത്തകനായ ഈശോയിൽ നമ്മൾ കാണുന്ന ഗുണം, ഈശോ ഒത്തിരി പേരുടെ രോഗം സൗഖ്യമാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈശോ ഈ രോഗസൗഖ്യങ്ങൾ നൽകുന്നതെന്നാണ് നമ്മൾ ഇന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തളർവാദ രോഗിയോട് ഈശോ പറയുന്നത്. അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ അവരോട് അങ്ങനെ പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പാപം മോചിക്കാൻ തനിക്ക് ഈ ഭൂമിയിൽ അധികാരമുണ്ടെന്ന് ആ ചുറ്റുപാടുമുണ്ടായിരുന്ന യഹൂദ ജനതയെ അറിയിക്കുവാൻ വേണ്ടി, ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈശോ ഓരോ സൗഖ്യ ശുശ്രൂഷ നടത്തുമ്പോഴും ശ്രദ്ധയോടെ പറയുന്ന ഒരു വചനമാണ്, മകനെ, മകളെ, നിന്റെ നിരവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ രോഗസൗഖ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ രോഗസൗഖ്യം മാത്രം നൽകുകയല്ല, തനിക്ക് ഈ ലോകത്തിൽ പാപമോചന അധികാരമുണ്ടെന്ന് ചുറ്റുപാടുമുള്ള എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. നമ്മൾ പാപിനിയായ സ്ത്രീ ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ചുറ്റുപാടുമുള്ളവരെ വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും ഈശോ പറയുന്നു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. അങ്ങനെ പാപത്തിൻ്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്ന്, പാപം മോചിക്കുവാൻ അധികാരമുണ്ടെന്ന്, അതിൻ്റെ തെളിവായി സംഭവിക്കുന്ന വലിയ സൗഖ്യം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ സൗഖ്യദായക കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. സൗഖ്യദായക കൂദാശകളായ അനുരഞ്ജന കൂദാശയിലൂടെയും രോഗീ ലേപനത്തിലൂടെയും ഒരാൾക്ക് പാപമോചനവും രോഗശാന്തിയും ലഭിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ മതബോധന ഗ്രന്ഥം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കുട്ടികളായ നമ്മൾ അനുരഞ്ജന കൂദാശയും രോഗീ ലേപനവും സൗഖ്യദായക കൂദാശയാണെന്ന് നമ്മൾ ഓർത്തിരിക്കുകയും മനസ്സിലാക്കുകയും വേണം. നിങ്ങൾ വീണ്ടും ഒരു കൊച്ചു വീഡിയോ ശ്രദ്ധിച്ചേ. On the evening of that first day of the week, when the disciples were together, with the doors locked for the fear of the Jewish leaders, Jesus came and stood among them and said, "Peace be with you." After he said this, he showed them his hands and side. The disciples were overjoyed when they saw the Lord. Again, Jesus said, "Peace be with you. As the Father has sent me, I am sending you." And with that, he breathed on them and said, "Receive the Holy Spirit. If you forgive anyone's sins, their sins are forgiven. If you do not forgive them, they are not forgiven." നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ? ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യഗണത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ പറയുകയാണ്, ദൈവം എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് ഈ വചനങ്ങൾ, ഈശോയുടെ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കേൾക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ബൈബിൾ ഒന്ന് എടുക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സഭ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആര് സൗഖ്യദായക കൂദാശകൾ പരികർമ്മം ചെയ്യുന്നുവോ സഭ അത് പരികർമ്മം ചെയ്ത് നൽകുന്നതിലൂടെ രോഗത്തിന് ശാന്തിയും ആത്മാവിന് സൗഖ്യവും നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ നല്ല ഒരു കുമ്പസാരം നമുക്ക് നടത്താമെന്നുള്ള നല്ല ബോധ്യം നമ്മൾ സ്വീകരിക്കണം. അനുരഞ്ജന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ അനുരഞ്ജന കൂദാശ അടുക്കൽ സ്വീകരിക്കുന്ന കുട്ടികളാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ട നല്ലൊരു തീരുമാനം, ഞാൻ ഏറ്റവും അടുക്കൽ എൻ്റെ ഒരു നല്ല കുമ്പസാരം ഞാൻ നടത്തും. അതുകൊണ്ട് നമുക്ക് ഈ പാഠം വളരെ വ്യക്തമായിട്ട് പഠിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മൾ അടുക്കൽ സ്വീകരിക്കുന്നതുമായ ഈ കൂദാശയെ അല്പം കൂടി സ്നേഹത്തോടെ നമുക്കൊന്ന് സ്വീകരിക്കുവാൻ വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. എന്താണ് അനുരഞ്ജന കൂദാശ? ആർക്ക് പറയാം? നിങ്ങൾ പറയുന്ന ഉത്തരം ശരി തന്നെ. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും വിധം ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂദാശയാണ് അനുരഞ്ജന കൂദാശ. പാപത്തിൽ നിന്ന് മോചനവും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. രണ്ട് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരിവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പാപമോചനം കിട്ടുന്നു. അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. അത് വലിയ ഒരു സന്തോഷമായി മനസ്സിന് ശാന്തിയായി നമ്മൾ അനുഭവിക്കുന്നു. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ കൃപ ഈ അനുരഞ്ജന കൂദാശ, കുമ്പസാരം എന്ന കൂദാശ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മൾ സ്വന്തമാക്കിയിട്ട് വേണം നമ്മൾ ഈ അനുരഞ്ജന കൂദാശയ്ക്ക് ശേഷം ജീവിച്ചു തുടങ്ങാൻ. നമുക്കറിയാം, അനുരഞ്ജനം വ്യത്യസ്തമായ തലങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ഒന്ന്, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം. രണ്ട്, സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം. മൂന്ന്, മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള അനുരഞ്ജനം. നാലാമതായിട്ട് തന്നോട് തന്നെയുള്ള ഒരു അനുരഞ്ജനം. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായി 4 തരത്തിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. അവർ ദൈവത്തിൽ നിന്നകന്നു, അവർ സഹോദരനിൽ നിന്നകന്നു, അവർ പ്രപഞ്ചത്തിൽ നിന്നകന്നു. അവർക്ക് തന്നോട് തന്നെ ഒരു ലജ്ജ തോന്നി, അവർ തന്നിൽ നിന്ന് തന്നെ അകന്നു. എന്നാൽ ഈ അനുരഞ്ജന കൂദാശ നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും വീണ്ടും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ 4 തലത്തിലേക്കുള്ള അനുരഞ്ജനത്തിലേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ എൻ്റെ കൂടെ പറഞ്ഞേ: ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം, സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം, പ്രപഞ്ചവുമായിട്ടുള്ള അനുരഞ്ജനം, തന്നോട് തന്നെയുള്ള അനുരഞ്ജനം. അനുരഞ്ജന കൂദാശ ഏറ്റുപറച്ചിലിൻ്റെ കൂദാശയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പനാളിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ എന്നെ പഠിപ്പിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാം. ഈശോയുടെ മടിത്തട്ടിലിരിക്കുന്നൊരു മാലാഖയോട് ഈശോ ഒരു ചോദ്യം പറഞ്ഞു: നീ ഈ ഭൂമിയിലേക്ക് പോവുക, ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒരു വസ്തു എൻ്റെ അടുത്ത് കൊണ്ടുതരികയാണെങ്കിൽ ഞാൻ നിനക്ക് നല്ല ഒരു ചക്കര ഉമ്മ തരാം. മാലാഖയ്ക്ക് വളരെ കൗതുകമായി. മാലാഖ ഈശോയുടെ മടിവിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ മാലാഖ കടന്നു പോകുമ്പോൾ ഇതാ മനോഹരമായൊരു ഉദ്യാനം, നല്ല ഒരു പൂന്തോട്ടം, ഒത്തിരി നല്ല പൂക്കൾ. മാലാഖ അതിൽ ഏറ്റവും മനോഹരമായ പൂവ് ഇറുത്തെടുത്തുകൊണ്ട് ഈശോയുടെ മുൻപിലെത്തി ഈശോയെ കാണിച്ചു. ഈശോയെ, ഭൂമിയിൽ ഏറ്റവും മനോഹരമായി നീ ഇഷ്ടപ്പെടുന്നൊരു കാര്യം. ഈശോ പറഞ്ഞു, ഇതല്ല, ഇതിലും ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. മാലാഖയ്ക്ക് വീണ്ടും ആശ്ചര്യമായി. മാലാഖ വീണ്ടും സ്വർഗം വിട്ട് ഈശോയുടെ മടി വിട്ട് വീണ്ടും ഭൂമിയിലേക്ക് എത്തി. എന്നിട്ട് മാലാഖ തെരച്ചിലാണ്. മാലാഖ നോക്കുമ്പോൾ യുദ്ധഭൂമിയിലായിരിക്കുന്ന കുറേ ജവാന്മാരെ കണ്ടു. അങ്ങനെ പലരും രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി പടപൊരുതി രക്തം വാർന്ന് മരിക്കുന്നു.
അങ്ങനെ ഒരു കൈ നിറയെ രക്തവുമായി മാലാക ഈശോയുടെ മടിത്തട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഈശോയുടെ മുൻപിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് ജവാന്മാരുടെ ചുടുരക്തമാണ്. ഈശോ പറഞ്ഞു, ഇതിലും മനോഹരമായി ഞാൻ സന്തോഷിക്കുന്ന ഒരു കാഴ്ച ഈ ഭൂമിയിലുണ്ട്. മാലാക വീണ്ടും ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ മാലാക വളരെ വ്യസനിച്ച് നടക്കുമ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യനിരിക്കുന്നു. മാലാക ചോദിച്ചു, അപ്പച്ചൻ എന്തുകൊണ്ടാണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നത്? അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് ഏറെ അകലെയാണ്. ഞാൻ പാപം ചെയ്ത് വേറെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് ഈ അപ്പച്ചൻ കരയാൻ തുടങ്ങി. മാലാക വേഗം ആ അപ്പച്ചൻ്റെ കണ്ണിൽ നിന്ന് ധാരയായിട്ടൊഴുകുന്ന ചുടുകണ്ണീര് ഇരു കൈകൾ കൊണ്ട് നീട്ടി സ്വീകരിച്ചു. ഈ ചുടുകണ്ണീരും പിടിച്ചുകൊണ്ട് മാലാക ഈശോയുടെ അടുക്കലെത്തി. ഇത് കണ്ട മാത്രയിൽ മാലാഖയെ കെട്ടിപ്പിടിച്ച് നല്ലൊരു ചക്കര ഉമ്മ ഈശോ കൊടുത്തു. പ്രിയമുള്ള മക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരു പാപിയുടെ കണ്ണുനീരാണ് സ്വർഗം സന്തോഷിക്കുന്ന, ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, മാലാഖമാർ സ്തുതി പാടുന്ന നിമിഷങ്ങൾക്ക്, അനുരഞ്ജന കൂദാശയുടെ നിമിഷങ്ങൾക്ക് വാതിൽ തുറക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ഒരുക്കത്തോടെ, ഏറ്റവും താല്പര്യത്തോടെ, അനുതാപം നിറഞ്ഞ മനസ്സോടെ, നല്ല പ്രതിജ്ഞകൾ എടുത്തിട്ടുള്ള ഒരു കുമ്പസാരം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഒത്തിരി കൃപ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ അനുരഞ്ജന കൂദാശ ഏറ്റുപറച്ചിലിൻ്റെ കൂദാശയാണെന്ന് മനസ്സിലാക്കണം. എനിക്കറിയാം, നിങ്ങളെല്ലാവരും പരീക്ഷയൊക്കെ എടുക്കുമ്പം പോയി കുമ്പസാരിക്കും, ഇല്ലേ? ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും പരീക്ഷയൊക്കെ എടുക്കുമ്പം കുമ്പസാരിച്ച് നന്നായി ഒരുങ്ങിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ ഏറ്റുപറച്ചിൽ നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്, ഒരു ആന്തരിക സൗഖ്യമുണ്ട്. അതുകൊണ്ട് പുരോഹിതൻ്റെ മുൻപിലുള്ള ഏറ്റുപറച്ചിൽ എന്തിനു വേണ്ടിയാണ്? അത് ഞാൻ ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുന്നു എന്ന് പാപി ബോധ്യപ്പെടുത്തുന്ന സമയമാണ്. അതുകൊണ്ട് ഏറ്റുപറച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി, കുമ്പസാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി സഭ നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഏറ്റുപറയുന്നതെന്നുള്ള ബോധ്യം വേണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഏറ്റുപറയുന്നത്? എനിക്ക് ദൈവത്തോടൊരു അനുരഞ്ജനം വേണം. തെറ്റുപറ്റി എന്ന് സഹോദരൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നതിന് തത്തുല്യമായിട്ടാണ് ഈശോയുടെ പ്രതിപുരുഷനായ പുരോഹിതൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയുന്നത്. അതുകൊണ്ട് ഏറ്റുപറച്ചിൽ പ്രധാനപ്പെട്ട ഘടകമായി നമ്മൾ കാണണം. സൽപ്രവർത്തികളുടെ തുടക്കം ദുഷ്പ്രവർത്തികളുടെ ഏറ്റുപറച്ചിലാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് നമുക്ക് മറക്കാതിരിക്കാം. അങ്ങനെ നല്ല ഏറ്റുപറച്ചിലുള്ള ഒരു അനുതാപ ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കറിയാം, പാപമോചനം പുരോഹിതനിലൂടെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ നമ്മൾ പറയുന്ന കുമ്പസാര രഹസ്യം അത് പരമരഹസ്യമാണെന്നും വൈദികൻ ആരോടും ഒരു കാലത്തും ഒരു വേളയിലും പറയില്ല എന്നൊക്കെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും സഭ ഔദ്യോഗികമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ വലിയ ബോധ്യത്തിൽ നിന്നാണ് ഈ അനുരഞ്ജന കൂദാശ ഇന്നും ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒത്തിരി വെല്ലുവിളികൾ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രതികരണങ്ങൾ കുമ്പസാരത്തെക്കുറിച്ച് ഒത്തിരിയേറെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിലെല്ലാം നമ്മുടെ യുവജനങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുട്ടികളെല്ലാം ഏറെ സന്തോഷത്തോടെയാണ്, ഏറ്റവും താല്പര്യത്തോടെയാണ് അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ധൂർത്തപുത്രൻ ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ എത്ര താല്പര്യത്തോടെ, എത്ര സ്നേഹത്തോടെ ഈശോ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പിതാവ് ധൂർത്തപുത്രനെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയാണ് പാപം നിറഞ്ഞ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ പാപിയെയാണ് ഈശോ നോക്കുന്നത്, അവൻ ചെയ്ത പാപങ്ങളെയല്ല നോക്കുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ, നിന്റെ പാപം എത്ര കടും ചെവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും, അതെത്ര കഠിനമാണെങ്കിലും പഞ്ഞി പോലെ മൃദുലമാക്കും. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയമുള്ള മക്കളെ, അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ആത്മശോധനയാണ്. ഞാൻ കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ നാൾ വരെ എന്നിൽ സംഭവിച്ച പാപങ്ങൾ എന്തെന്നൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കണം. എൻ്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടാകാം. ഞാൻ ചെയ്യാതെ പോയ ഒത്തിരി പുണ്യപ്രവൃത്തികൾ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അത് ദൈവകൽപ്പനകളുടെ, തിരുസഭയുടെ കൽപ്പനകളുടെ
എൻ്റെ സ്വന്തം സാമൂഹിക പശ്ചാത്തലത്തിലുള്ള കടമകളുടെ ലംഘനമാണ്. ഒരു തരത്തിൽ ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോയത് മൂലമുണ്ടായ പാപങ്ങൾ, അതായത് ഉപേക്ഷയിലുള്ള പാപങ്ങൾ. രണ്ടാമത് ഞാൻ ചെയ്ത പാപങ്ങൾ. ഇംഗ്ലീഷിൽ ഇതിന് സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ, ഈ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ആത്മശോധന നടത്തി വേണം നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങാൻ. രണ്ടാമതായിട്ട് മനസ്താപമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തപ്പെടേണ്ട ഞാൻ ദൈവസ്നേഹത്തിനെതിരായി പാപം ചെയ്തു പോയി എന്നുള്ള മനസ്സിൻ്റെ നൊമ്പരമാണ് മനസ്താപം. ദൈവമേ, ഞാൻ നിനക്കെതിരെ പാപം ചെയ്തു പോയി, ഞാൻ നിനക്കെതിരെ തെറ്റ് ചെയ്തു പോയി. ഈ വലിയ ഒരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടണമെന്നുള്ള വലിയൊരു വെമ്പലാണ് യഥാർത്ഥ മനസ്താപമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ ആര് മനസ്തപിക്കുന്നുവോ, ദൈവപുത്രൻ, ദൈവകുമാരൻ, പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി ആ സമയം നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് പ്രതിജ്ഞയാണ്, ദൃഢപ്രതിജ്ഞയാണ്. നാളിതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ, നന്മയുടെ വഴികൾ വിട്ട് ഞാൻ ചരിച്ചു. ഇനി ഞാൻ ആ വഴിയെ പോകില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞ. നമ്മൾ ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രം, നമ്മൾ മനസ്തപിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കുമ്പസാരം അർത്ഥപൂർണ്ണമാകുകയല്ല. ഇനി ഈ പാപത്തിൻ്റെ വഴി ഞാൻ വിട്ടുപേക്ഷിക്കുന്നു എന്നുള്ള നല്ല ദൃഢപ്രതിജ്ഞ, ഞാൻ ഇനി ഈ പാപത്തിൻ്റെ വഴിയേയില്ല എന്നുള്ള വലിയ ഉറച്ച ബോധ്യം, ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടണം. അടുത്തതായിട്ട് ഏറ്റുപറച്ചിൽ. 4ാമത്തെ ഘടകം ഏറ്റുപറച്ചിൽ. പ്രിയമുള്ള മക്കളെ, നമ്മൾ നമ്മുടെ പാപങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിൻ്റെ പരിപൂർണതയിൽ വൈദികൻ്റെ പക്ഷം, ഈശോയുടെ പക്കൽ നമ്മൾ ഏറ്റുപറയുമ്പം നമ്മുടെ മനസ്സിന് ലഭിക്കുന്നൊരാശ്വാസമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും, നമ്മളെ സ്വാന്തനിപ്പിക്കും, നമുക്ക് നൽകുന്ന വലിയൊരു ഊർജമുണ്ട്. അതുകൊണ്ട് നമ്മൾ പുരോഹിതൻ്റെ പക്കൽ, ഈശോയുടെ പക്കൽ ഈ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്ന മാത്രയിൽ ഈശോ നമ്മളെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ ശക്തിയും പാപമോചനവും നമുക്ക് നൽകുന്നു. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല കുമ്പസാരത്തിനൊരുങ്ങുമ്പോൾ നമ്മൾ വൈദികൻ നൽകുന്ന പ്രാശ്ചിത്തം നിറവേറ്റണം. വൈദികൻ എന്ത് പ്രാശ്ചിത്തമാണ് നൽകുന്നതെന്ന് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ചില അവസരങ്ങളിൽ ഇത് കേട്ടില്ലെന്ന് വരും, പക്ഷെ നമ്മൾ വീണ്ടും ഒരാവർത്തി കൂടി ചോദിക്കണം, അച്ഛൻ പറഞ്ഞ പ്രാശ്ചിത്തം എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരാമോ? എന്നിട്ട് നമ്മൾ വീണ്ടും വലിയ താല്പര്യത്തോടെ ഈ പ്രാശ്ചിത്തം മനസ്സിലാക്കി അത് അനുഷ്ഠിക്കണം. വൈദികൻ തരുന്ന പ്രാശ്ചിത്തം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനമൊക്കെ നമ്മൾ എടുക്കണം. ഞാൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ ചെയ്യും. ഒരു നേരം ഞാൻ ഒരു ചെറിയൊരു ഉപവാസം അനുഷ്ഠിക്കും. ഞാൻ ആശയടക്കം നടത്തും. 2 ദിവസത്തേക്ക് ഞാൻ മധുരപലഹാരങ്ങൾ ഉപയോഗിക്കുകയില്ല, പഞ്ചസാര ഉപയോഗിക്കുകയില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ കുമ്പസാരം ഏറ്റവും താല്പര്യത്തോടെ, ഏറ്റവും ഒരുക്കത്തോടെ നടത്താൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് പ്രാശ്ചിത്തം നമ്മൾ പൂർത്തിയാക്കണം. നല്ല കുമ്പസാരത്തിന് ആത്മശോധന വേണം, ഒപ്പം മനസ്താപം വേണം, നല്ല പ്രതിജ്ഞ നമ്മൾ എടുക്കണം, ഒപ്പം നല്ല ഒരു ഏറ്റുപറച്ചിൽ വൈദികൻ്റെ മുൻപിൽ നമുക്ക് നടത്താൻ സാധിക്കണം. അവസാനമായി വൈദികൻ കൽപ്പിക്കുന്ന പ്രാശ്ചിത്തം നമുക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി പറ്റണം. പ്രിയമുള്ള മക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, ദൈവസ്നേഹത്തിലേക്ക് അവനെ വീണ്ടും മാടി വിളിക്കുന്ന ഈശോയുടെ ഏറ്റവും മനോഹരമായ കൂദാശയാണ് ഈ അനുരഞ്ജന കൂദാശ. ഈ അനുരഞ്ജന കൂദാശ എത്ര ആവർത്തി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നുവോ, നമ്മൾ അത്രമേൽ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു, അളവറ്റ ദൈവത്തിൻ്റെ സമ്പത്തിന് പാത്രീഭൂതരാകുന്നു. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികൾ നിലനിൽക്കെ തന്നെ നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു കുമ്പസാരം നടത്താൻ വേണ്ടി സാധിക്കുന്നത്, ഏറ്റവും അടുക്കൽ പോയി നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തണം. നല്ല ഒരുക്കത്തോടെ കുമ്പസാരിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ സ്വന്തമാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഹോംവർക്ക്, ഇത് ആരെയും കാണിക്കേണ്ട ഹോംവർക്കല്ല. ഞാൻ ഏറ്റവും നല്ലൊരു ആത്മശോധന നടത്തി എൻ്റെ നല്ല കുമ്പസാരത്തിനായിട്ട് ഞാൻ ഒരുങ്ങുമെന്നുള്ള നല്ല തീരുമാനമെടുത്ത്, ഒത്തിരി ദേവാലയങ്ങളിൽ ഈ സാഹചര്യത്തിൽ കുമ്പസാരം നടത്താനുള്ള അനുവാദമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഒരുക്കത്തോടെ ഒരു കുമ്പസാരം നടത്തുക എന്നുള്ള
നല്ല ഒരു തീരുമാനമാകട്ടെ ഈ ക്ലാസ് മൂലം നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ച് പ്രാർത്ഥനയോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലൂടെ എന്താണ് അനുരഞ്ജന കൂദാശയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അനുരഞ്ജന കൂദാശയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കാരുണ്യത്തെയും സ്നേഹത്തെയും ഞങ്ങൾ അനുസ്മരിക്കുകയായിരുന്നു. ഈശോയെ, ഒരുക്കത്തോടെ എന്നും അങ്ങയുടെ പാപസങ്കീർത്തന വേദിയിലേക്ക് കടന്നു വരുവാൻ, അങ്ങ് നൽകുന്ന വലിയ പാപമോചനം സ്വീകരിക്കുവാൻ, എന്നും അങ്ങയുടെ സ്നേഹവലയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എന്നും കുമ്പസാരക്കൂടുകളിലേക്ക് ഈശോയുടെ പക്കലേക്ക് ആനയിക്കണമേ. കുമ്പസാരക്കൂടിൻ്റെ വലിയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ഞങ്ങളെ ഓരോരുത്തരെയും കുമ്പസാരക്കൂടിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ പഠിപ്പിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.